ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നല്ലൊരു ഗണേശ ചതുർത്ഥിയുടെ വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഇത് പാർട്ട് 2 ആയിരിക്കും. പാർട്ട് 1 ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. ഞാൻ അന്ന് അവിടെ അമ്പലത്തിൽ പോകുന്ന ഒരു വ്ളോഗ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇച്ചിരി തുറക്കാനായിട്ട് അത് ലേറ്റായി. 5:30ക്കാണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് നേരെ തന്നെ കിച്ചണിലോട്ട് പോവുകയാണ്. ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അത് ഞാൻ ആ ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാത്രങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് വന്ന ഉടനെ തന്നെ പ്രസാദം ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത്. കിച്ചണിലോട്ട് ഞാൻ ആദ്യം തന്നെ മോദകത്തിൻ്റെ ഒരു സ്റ്റഫിങ്ങും പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ കേസരി ഓൾമോസ്റ്റ് അത് റെഡിയായി. ലാസ്റ്റ് സ്റ്റേജാണ്. നല്ല ഒരു അൽവ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് വെരി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ പ്രസാദമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കത് ടേസ്റ്റ് നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കണക്കിൽ ഞാൻ ഇട്ടായിരുന്നു, പക്ഷേ എല്ലാം പെർഫെക്റ്റ് തന്നെ ആയിരുന്നു. ഇത് നല്ലൊരു അരിപ്പായസമാണ്. പാൽപ്പായസത്തിൻ്റെ ഞാൻ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് കുറച്ചൊന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴത്തേക്ക് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയും കുറച്ചുകൂടെ ഒരു തിക്നെസ് ആയിക്കോളും. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് കുറുകുമ്പോഴത്തേക്ക് ഒരു പിങ്ക് കളർ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ഒന്ന് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാൽപ്പായസവും പിന്നെ നമ്മളുടെ കേസരി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് സ്റ്റഫിംഗ് ഒക്കെ ഓൾറെഡി റെഡി ആക്കിയല്ലോ നമ്മൾ. ഇതെല്ലാം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മോദകത്തിൻ്റെ ഷേപ്പ് ആ ഒരു ലിഡുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലാതെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അപ്പോഴും ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ മോദകത്തിൻ്റെ ആ ഒരു ഷേപ്പർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. സ്റ്റഫിംഗ് ഒക്കെ റെഡിയാക്കി ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് മോദകവും റെഡിയായി. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചെയ്തത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് ഒരു മഞ്ഞ പട്ട് ഞാൻ മേടിച്ചതാണ് പുതിയത്. നമുക്ക് നമുക്ക് പറ്റാവുന്നതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. എനിക്ക് പറ്റാവുന്നതുപോലെ ഒരു ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പലക അതൊന്ന് ഇട്ടു. പിന്നെ അതിൻ്റെ പുറത്ത് നല്ലൊരു പട്ട് തുണി വിരിച്ചതിന് ശേഷം നമ്മളുടെ അടുത്തുള്ള ഗണപതി വിഗ്രഹം വയ്ക്കാം, അങ്ങനെ ഒരു പ്ലാനായിരുന്നു. ആക്ച്വലി ഇതൊക്കെ എനിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബോംബെ ആണ് എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത്. ബോംബെയിലാണ് ഇതൊക്കെ ഭയങ്കര ഒരു വലിയ സെലിബ്രേഷൻ, ആഘോഷം ഒക്കെ. ഇത് എൻ്റെ അടുത്ത് ആകെപ്പാടെ എനിക്ക് 2 ഗണപതിയുടെ വിഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഫോട്ടോ ഉണ്ട്, പക്ഷേ ഞാനത് വേണ്ട എന്ന് വെച്ചു. എന്തായാലും വിഗ്രഹം വെക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ആ വിഗ്രഹം വെച്ചു. പട്ട് വിരിച്ച് ഞാൻ ആ വിഗ്രഹം അവിടെ ഒന്ന് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ അല്ലാതെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതിൽ നമ്മളുടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അവൽ, പൊരി, തേങ്ങ, പഴം അതെല്ലാം കൂടെ വയ്ക്കാം. അപ്പോൾ അതാണ് ഈ ഒരു ട്രേയിൽ ഞാൻ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതൊക്കെ വെച്ചു. ജസ്റ്റ് ആദ്യം ഒന്ന് അവലും പൊരി, ഇത് കുറച്ച് അവൽ പിന്നെ കുറച്ച് പൊരിയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ബോംബെയിലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബോംബെ ഓർമ്മകളായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അവരുടെ ഓരോരോ കൈൻഡ് ഓഫ് ഡെക്കറേഷനൊക്കെ ഭയങ്കരമായിരിക്കും. ഇപ്പോൾ പൂ കച്ചവടക്കാരാണെങ്കിൽ പൂ കൊണ്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരിക്കും. അല്ലാതെ ലൈക്ക് ഓരോരോ കൈൻഡ് ഓഫ് ഡെക്കറേഷൻ ആയിരിക്കും. വെജിറ്റബിൾസ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാറുണ്ട് വെജിറ്റബിൾക്കാരൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഓരോ സൈഡിലും ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരിക്കും. പിന്നെ വെള്ളത്തിൻ്റെ ഫൗണ്ടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഉണ്ടാകും. ആ സമയത്ത് ഒരു 10 days എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കുറേ പേര് ഗണപതി കാണാനായിട്ട് പോകുന്ന ഓരോരോ ഏരിയയിൽ കാണാനായിട്ട് പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ ബോംബെയിലായിരുന്നു, ഞങ്ങളുടെ ഫ്ലാറ്റിലായിരുന്നാലും ഗണപതി വയ്ക്കാറുണ്ട്. അതൊരു തീമായിരിക്കും. ചിലപ്പോൾ ഈ കൈലാസം പോലെ അങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരു തീമായിരിക്കും. അതുകൊണ്ട് ബോംബെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് ഈ ഒരു സെലിബ്രേഷനാണ് ഭയങ്കര സെലിബ്രേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂജ വെപ്പും. അതും നവരാത്രി സമയത്ത് ഒരു 9 days വലിയ ഗ്രാൻഡ് സെലിബ്രേഷനാണ്. ഡാൻസും പാട്ടും ഗർബ കളിക്കുന്നതും ദാണ്ടിയ കളിക്കുന്നതും ഒക്കെ അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്. അത് കണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇത് 10 ഇല്ലെങ്കിൽ 11 days ഓഫ് ഗണപതിയുടെ ഫെസ്റ്റിവലാണ് അവരുടെ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസത്തെ ഇതേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതൊക്കെ വെച്ചു. പിന്നെ എനിക്ക് പറ്റാവുന്നതുപോലെ പൂക്കളൊക്കെ ജസ്റ്റ് നമ്മളുടെ ഇവിടെ നിന്ന് ചെടികളിൽ നിന്നുള്ള പൂക്കളാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് അതൊന്ന് ശുദ്ധമാക്കിയതിന് ശേഷം
നമുക്ക് ഞാനും മോളും കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് പറ്റാവുന്നതുപോലെ അവിടെ എവിടെയും ജസ്റ്റ് ഒന്ന് പൂവൊക്കെ വെച്ചു. നമുക്ക് കിട്ടിയ പൂക്കൾ മാത്രം വെച്ചെന്നേ ഉള്ളൂ. ബിക്കോസ് വലിയ ഹാരമൊക്കെ ഈ കുഞ്ഞു വിഗ്രഹമായതുകൊണ്ട് അതിൽ വെക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് പൂക്കൾ മാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. ആൻഡ് നമ്മളുടെ ഒരു കുഞ്ഞു പൂജ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ലൈവായിട്ട് നമ്മളുടെ ബോംബെയിലത്തെ പ്രോഗ്രാംസൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുത്തെ ഫേമസ് ഗണപതി അതായത് എനിക്ക് ഓർമ്മ വരുന്നത് കിൻ സർക്കിളിലുള്ള GSB ഗണപതി. അത് വന്നിട്ട് ഫുൾ സ്വർണത്തിൻ്റെതാണ്. അവർ ആ ഒരു കയ്യിൽ വച്ചിരിക്കുന്ന ലഡ്ഡു ആയിരുന്നാലും പോലും ആൻഡ് അവിടുത്തെ ഗണപതിയുടെ ആ ഒരു വിഗ്രഹം ആൻഡ് അവരുടെ ആ കിരീടം അതൊക്കെ വന്നിട്ട് ഫുൾ ഓഫ് ഗോൾഡാണ്. അവിടുത്തെ ഒരു ഇരിക്കുന്ന ആ ഒരു സിംഹാസനം എന്താ പറയുക, അത് പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ വന്നിട്ട് ഗോൾഡ് വെച്ചിട്ടാണ് ഈ GSB ഗണപതി എന്ന് പറയുന്നത്. കിൻ സർക്കിളിലാണ്. ഇപ്പോൾ ബോംബെയിലുള്ളവർക്കാണെങ്കിൽ അതറിയാം. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പോയി കാണാറുണ്ട്. അത് 5 ഡേയ്സിൻ്റെ ഗണപതിയാണ്. 5th ഡേൻ്റെ അന്ന് അവരത് എടുക്കും. അപ്പോൾ 5 ഡേയ്സിൻ്റെ അകത്ത് പോയി കാണുന്നവർ ഉണ്ട്. അപ്പോൾ GSB ഗണപതി. അതുപോലെ തന്നെ ലാൽബാഗ് ച രാജ എന്നാണ് അവിടെ പറയുന്നത്. ലാൽബാഗ് ഒരു സ്ഥലം, അവിടെ ഈ വലിയൊരു ഗണപതി വയ്ക്കും. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ലൈക്ക് ലാൽബാഗ് ച രാജയുടെ അവിടുത്തെ കുറേ ആൾക്കാർ ലൈക്ക് ദർശനത്തിന് വരണത്. കുറേ ഫിലിം ആക്ടേഴ്സ് അവിടെ ഉള്ളവരൊക്കെ വരാറുണ്ട്. അവർക്കൊക്കെ VIP വേയിൽ കൂടെ കയറ്റി വിടും. നമ്മളൊക്കെ പോവുകയാണെങ്കിൽ കുറേ നേരം ക്യൂ നിന്നാണ് കാണാമെന്നുള്ളത്. പിന്നെ അതൊക്കെ പോയിട്ട് എപ്പോഴും അവിടെയുള്ള സിദ്ധിവിനായക ഗണപതി ക്ഷേത്രമാണത്. അവിടെയും ഞാൻ ആക്ച്വലി എല്ലാ വർഷവും പോകുമ്പോഴത്തേക്ക് സിദ്ധിവിനായക്ക് പോവാറുണ്ട്. ഞാൻ എൻ്റെ ഒരു 2-3 ഇയേഴ്സ് ബാക്ക് തന്നെയാണ് അവിടെ നിന്ന സമയത്ത് ഞാൻ കുറച്ച് ഡേയ്സ് ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് നടന്ന് പോവാറുണ്ടായിരുന്നു. അതൊക്കെ ലൈക്ക് നമ്മളുടെ മനസ്സിൽ നമുക്ക് പറ്റാവുന്നതുപോലെ എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു വ്രതം എടുത്ത് നടന്ന് പോയി ഗണപതിയെ തൊഴുക എന്നുള്ളത്, സിദ്ധിവിനായക്ക് അങ്ങനെ. പിന്നെ ഞാനിവിടെ എനിക്ക് പറ്റും പോലെ ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ 11 വിളക്ക്, അതായത് ചെറിയ 11 വിളക്ക് ഞാൻ കത്തിച്ചായിരുന്നു. അല്ലാതെ ഞങ്ങളുടെ പൂജാ റൂം ആയിട്ട് നമുക്കില്ല. ഒരു പൂജ ആയിട്ട് ചെറിയൊരു സ്പേസേ ഉള്ളൂ. അവിടെ നമ്മൾ നോർമലി വിളക്ക് കത്തിക്കും പോലെ അത് നമ്മൾ കത്തിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ 11 വിളക്ക് വയ്ക്കുന്നു. ഫ്രൂട്ട്സും തേങ്ങ ആൻഡ് കുറച്ച് ഡെക്കറേഷൻ, പട്ട് വിരിച്ച് ഗണപതിയെ ഇരുത്തുന്നു. എനിക്കറിയാവുന്നതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഗണപതി ഒരു ചതുർത്ഥിയുടെ സെലിബ്രേഷനാണ് ഞാൻ അന്ന് ചെയ്തത്. പിന്നെ പ്രസാദം എനിക്ക് പറ്റാവുന്നതുപോലെ അരിയുടെ ഒരു പാൽപ്പായസമാണോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കേസരി ഉണ്ടാക്കി ആൻഡ് മോദകം ഉണ്ടാക്കി. മോദകമാണ് ഗണപതിയുടെ കയ്യിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്നത് കാണാറുള്ളത്. ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഗണപതിക്ക് മോദകം. അപ്പോൾ അതൊരു ബോംബെ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ മോദകം ഉണ്ടാക്കിയത്. ആ ഒരു ഷേപ്പും അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് ബോംബെ സ്റ്റൈലിൽ. അതൊക്കെ ചെയ്തിട്ട് ഏകദേശം എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ അല്ലാതെ ഒരു ജസ്റ്റ് ഒന്ന് എടുക്കുകയായിരുന്നു ഒരു വീഡിയോ. അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ കൊണ്ടുവച്ചു. പാൽപ്പായസം, കേസരി, മോദകമൊക്കെ വെച്ചു. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം വെച്ചതിന് ശേഷം ഇനി ഒന്ന് വിളക്ക് കത്തിക്കണം. അപ്പോൾ ചൂടോടെ തന്നെ പ്രസാദമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിക്കണം, ഒന്ന് നേദിക്കണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്കറിയാവുന്നത് പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പം കുറവാണോ കൂടുതലാണോ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തു, എനിക്ക് പറ്റാവുന്നതുപോലെ ഡെക്കറേഷൻ ചെയ്തു, പ്രസാദമുണ്ടാക്കി തൊഴുതു. അപ്പോൾ ഞാനും മോളും കൂടെയാണ് ചെയ്യുന്നത്. ചേട്ടൻ ആക്ച്വലി ഒന്ന് ഓഫീസ് ഉണ്ടായിരുന്നു, അവർക്കിവിടെ അവധിയൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ശാമ്പ്രാണി ഒന്ന് കാണിക്കുമ്പോഴത്തേക്ക് വീട് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. നമ്മളുടെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സാമ്പ്രാണി കാണിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫീലിംഗ് ആണ്, നല്ല മണം ഒക്കെ ആയിട്ട്. അപ്പോൾ ചൂടോടെ പായസവും നേദിച്ച് നമ്മളുടെ കേസരി ഒക്കെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസാദമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയത്. ലൈക്ക് ഇപ്പോൾ ഷുഗർ ആയിരുന്നാലും ആ ഒരു ഷുഗറിൻ്റെ കൺസിസ്റ്റൻസി കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല, കുറഞ്ഞിരുന്നാലും ഒരു സുഖമില്ല കഴിക്കാനായിട്ട്. പക്ഷേ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് പ്രസാദമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, നമ്മൾ ടേസ്റ്റൊന്നും ഇടയ്ക്ക് ചെയ്യാതെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു ഡേ സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ വെച്ചു. അങ്ങനെ എല്ലാ ദീപങ്ങളും ഞാൻ 11 ദീപങ്ങളാണ് ഞാൻ കത്തിക്കുന്നത്. അങ്ങനെ 11 ദീപങ്ങൾ കത്തിച്ചു. ലാസ്റ്റായിട്ടൊരു ഫൈനൽ ലുക്ക്. ഇതൊക്കെ ചോക്ലേറ്റ്സൊക്കെ മോള് കൊണ്ട് വെച്ചതാണ്, അവളുടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അവൾ കൊണ്ട് വെച്ചതാണ്.
സോ ഗണപതിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റ് കൊണ്ടുവച്ചു. ഞാൻ പ്രസാദം ഉണ്ടാക്കി, വീടൊക്കെ ക്ലീൻ ചെയ്തു, വിളക്കൊക്കെ വെച്ചു. അങ്ങനെ ബലൂൺസും ലൈക്ക് വെറുതെ ഒന്ന് അങ്ങനെ വെച്ചതാണ്, ഒരു ഡെക്കറേഷൻ പാർട്ട് എന്ന് പറയാനായിട്ട്. അങ്ങനെ ഒരുപാട് വലിയ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മളെല്ലാം റെഡിയായി. ഇതാണ് എൻ്റെ ചെറിയ പൂജാ സ്പേസാണ്. അത് വലുതായിട്ട് പൂജാ റൂം അതൊന്നുമില്ല, ഞങ്ങളുടെ വെറി ചെറിയ വീടാണ്. പിന്നെ ഇവൾ ഇടയ്ക്ക് വായിക്കുന്ന കുറച്ച് നാമങ്ങളുണ്ട്, അത് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവൾ അവിടെ ഇരുന്ന് വായിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ബലൂൺസൊക്കെ കണ്ടില്ലേ, അവിടെ എവിടെയായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് ഒട്ടിച്ച് വെക്കുകയായിരുന്നു, ബലൂൺസൊക്കെ. രണ്ടാമത് അവൾക്കറിയാവുന്നതുപോലെ നാമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവൾ വായിക്കാറുണ്ട്. സ്കൂളിൽ പോണതിന് മുന്നേ ഞാൻ എപ്പോഴും എടുത്ത് വായിക്കാനായിട്ട് പറയാറുണ്ട്. അതൊക്കെ എപ്പോഴും ലേറ്റ് ആകുമ്പോഴത്തേക്കും പറ്റാറില്ല, പക്ഷേ നേരത്തെ റെഡിയാവുന്ന സ്കൂൾ ദിവസങ്ങളിൽ വായിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും ഇരുന്ന് വായിക്ക്. എനിക്കറിയാവുന്ന കുറച്ച് നാമങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഗണപതി, അതായത് ഗണേശ് ചതുർത്ഥിയുടെ ഒരു ആഘോഷം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്തു. ഈ വർഷത്തെ 2025 ഗണേശ് ചതുർത്ഥി ആഘോഷം ചെയ്തു. ബലൂൺ ഞാൻ അവിടെ തറയിലിരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒട്ടിച്ചു വെച്ചു. ആൻഡ് പ്രസാദങ്ങളൊക്കെ വെച്ചു. എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴം, തേങ്ങ അതൊക്കെ വെച്ചു, പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു. എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് സന്തോഷമായി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് പ്രസാദം ഞാൻ ചേട്ടൻ വരുന്ന ആ സമയത്താണ് ഞാൻ എടുത്ത് കഴിച്ചത്. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇതാണ് ബോംബെയിലത്തെ ലാൽബാഗ് രാജേര അവിടുത്തെ ഗണപതി ഈ വർഷത്തെ. എപ്പോഴും ഈ ഒരു രീതിക്കായിരുന്നു, വലിയ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന വലിയൊരു ഹൈറ്റിൽ വെക്കുന്ന ഒരു ഗണപതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ടി വിയിൽ ഞാൻ ഗണപതിയുടെ കുറേ പാട്ടുകളും അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ ചെറിയൊരു ഞങ്ങളുടെ പൂജാ സ്പേസാണത്. അപ്പോൾ അവിടെയും വിളക്ക് വെച്ചു, അല്ലാതെ താഴെയും ഒക്കെ വിളക്ക് വെച്ചു. ഇനി ലാസ്റ്റ് ഒന്ന് ദീപാരാധന ഒന്ന് കാണിച്ചിട്ട് എനിക്ക് അറിയാവുന്നതുപോലെ ഒന്ന് കാണിച്ചു. ഈ മണിയൊക്കെ വന്നിട്ട് കുഞ്ഞ് ഇതാണ് ഉള്ളത്. അപ്പോൾ അത് മോളെടുത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവളാണ് ആക്ച്വലി എനിക്ക് കുറേയൊക്കെ വ്ളോഗ് എടുത്ത് തന്നത് കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എനിക്കും ആക്ച്വലി ഏത് ആംഗിളിൽ എടുത്താൽ കൊള്ളാം അതൊന്നും എനിക്കും അത്ര വലുതായിട്ട് എനിക്കും അറിയത്തില്ല. പക്ഷെ അറിയാവുന്നതുപോലെ ഒന്ന് നമ്മളൊന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ. ഹാപ്പിനെസ് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല, ആരെയും നമ്മളായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പാടില്ല. നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനപ്പെടുത്തുക, അതൊന്നും എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. ഞാൻ എൻ്റെ മോൾക്കും ഞാൻ അതാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. സോ നമുക്ക് പറ്റാവുന്നതുപോലെ നമ്മളുടെ ഒരു കുഞ്ഞ് ഇതിൽ സ്പേസിൽ ഒതുങ്ങിയിരിക്കുക. ആൻഡ് ആർക്കും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ആരെയും ശല്യപ്പെടുത്തരുത്, ആരുടെ മനസ്സും വേദനപ്പെടുത്തരുത് മെയിനായിട്ട്. അങ്ങനെ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളങ്ങനെ രണ്ടുപേരും കൂടെ തൊഴുതു. ചേട്ടൻ പിന്നെ ഓഫീസിൽ നിന്ന് വന്നിട്ട് തൊഴുതിട്ടാണ് ഞാൻ ഈ പ്രസാദം എടുത്തത്. പ്രസാദം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഒരുമിച്ചിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഭയങ്കര ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ബ്ലെസ്ഡ് ഫീലിംഗ് ആയിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാനിതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഈ ടേസ്റ്റ് ചെയ്യാതെയാണല്ലോ നമ്മൾ ഈ പ്രസാദം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെയും മോളുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. അങ്ങനെ കുളിച്ച് റെഡിയൊക്കെ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പ്രസാദമൊക്കെ ഉണ്ടാക്കി ഗണപതിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് ഓക്കെ. ഇതൊക്കെ ഞാൻ അന്ന് രാവിലെ തന്നെ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. പൂജാ പാത്രങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ടീപ്പോലാണ് ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞു വീടാണ്. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീടാണ്. അപ്പോൾ ഞാൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ വിളക്ക് ഇങ്ങനെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ നമ്മളുടെ നടയിൽ മെയിൻ എൻട്രൻസിൽ ഞാൻ 2 വിളക്ക് ഇങ്ങനെ വെച്ചു. അതൊക്കെ മോളെ കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഒന്നും ചെയ്യിപ്പിക്കാതെ അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഡെക്കറേഷൻ ആയിരുന്നാലും ശരി അവളെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കാറുള്ളത്. ആൻഡ് ക്ലീനിങ് ആയിരുന്നാലും പോലെ അവൾക്ക് പറ്റുന്ന ക്ലീനിങ് ഒക്കെ ഞാൻ എന്തായാലും ചെയ്യിപ്പിക്കാറുണ്ട്. ബിക്കോസ് അത് അവളും പഠിക്കണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മളിതാ ചേട്ടൻ വന്നു, രാത്രിയായി. അങ്ങനെ ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പം അരിപ്പായസം ആണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ആ ഒരു സ്വീറ്റ്. പിന്നെ നമ്മളുടെ കേസരി പറയുകയാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളറിൻ്റെ കേസരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്.
പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അലുവ കൺസിസ്റ്റൻസിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോദക് ചേട്ടനാണ് അതൊന്ന് പൊട്ടിച്ച് നോക്കുന്നത്. പുള്ളിക്കാരന് പെർഫെക്റ്റ് ആയിട്ട് പൊട്ടിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെരി ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ്, ഇനിപ്പ് അല്ല ഷുഗറൊക്കെ പെർഫെക്റ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.